ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള റോയൽ ചാർട്ടർ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1600 ഡിസംബർ 31. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത്? ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏത്? ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏത്? ഉത്തരം ജനുവരി 9. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയുടെ കണ്ണട, വാച്ച്, ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആര്? ഗാന്ധിജിയുടെ കണ്ണട, വാച്ച്, ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആര്? ഉത്തരം വിജയ് മല്യ. ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം ശ്യാം ബെനഗൽ. ഗാന്ധിജിയും ഗോഡ്സേനയും എന്ന കവിതാപുസ്തകം ആരുടേതാണ്? ഗാന്ധിജിയും ഗോഡ്സേനയും എന്ന കവിതാപുസ്തകം ആരുടേതാണ്? ഉത്തരം N.V. കൃഷ്ണവാര്യർ. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചാരണാർത്ഥം ആയിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചാരണാർത്ഥം ആയിരുന്നു? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ്? ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ്? ഉത്തരം വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം M.N. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ഏത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ഏത്? ഉത്തരം 1946 മാർച്ച് 24. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 389. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം കേളപ്പൻ.
പിരമിഡുകൾ ആരുടെ ശവകുടീരം ആണ്? പിരമിഡുകൾ ആരുടെ ശവകുടീരം ആണ്? ഉത്തരം ഫറവോ. അതെൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? അതെൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? ഉത്തരം ഭഗവത് ഗീത. 2023 ജൂൺ മാസത്തിൽ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കാൻ പോയ 5 പേരുടെ മരണത്തിനിടയാക്കിയ ജലപേടകത്തിൻ്റെ പേരെന്ത്? 2023 ജൂൺ മാസത്തിൽ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കാൻ പോയ 5 പേരുടെ മരണത്തിനിടയാക്കിയ ജലപേടകത്തിൻ്റെ പേരെന്ത്? ഉത്തരം ടൈറ്റൻ. ജവഹർലാൽ നെഹ്റു തുടക്കം കുറിച്ച ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റു തുടക്കം കുറിച്ച ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1951. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 1931 കറാച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? 1931 കറാച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ.